ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്ത് കിളിക്കൂടിൽ നിധി തക്കലേക്ക് പുറപ്പെടുകയാണ്. അവളുടെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് ഏർപ്പാടാക്കി കാറിലാണ് കേട്ടോ അവൾ പോകുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ പേര് ശ്വേത എന്നാണ് കേട്ടോ. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, നിധി നീ ഇവിടെ എത്താനാകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഹോസ്റ്റലുണ്ട്, അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് വരാട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിന്നെ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, അപ്പോൾ ഹോസ്റ്റലിൽ എല്ലാവരും എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയാട്ടോ. അപ്പോൾ നിധിക്ക് അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും ഏട്ടനും അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ച് അവൾ ടെൻഷൻ ആവാണ്. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, അല്ല നിധി, നീ എങ്ങനെയാണ് ഒളിച്ചോടിയത് ഒരു ചെക്കനെയൊക്കെ ഒപ്പിച്ചെടുത്തത്? ആ ലവ് സ്റ്റോറി നീ പറഞ്ഞ ഒരുപാട് ദൂരം ഉണ്ടല്ലോ, നീ പറ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒന്ന് പോയടി അവിടെ നിന്ന്. അപ്പോഴേക്കും ഭാസ്കരൻ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഭാസ്കരനെ മുന്നിൽ കണ്ടപ്പോൾ നിധി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ശ്വേതനോട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. ഭാസ്കരനാണെങ്കിൽ വേഗം വണ്ടിയിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. നിധി ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. അച്ഛൻ എന്ത് ഭാവിച്ചാണ് വണ്ടി കയറിയതെന്ന് ഓർക്കാണ് അവള്. അച്ഛനെ കണ്ടിട്ടും നിധി ഒന്നും മിണ്ടാത്തോണ്ട് ഡ്രൈവർ പറയുന്നുണ്ട്, ഇതേ സുധീഷിന്റെ അച്ഛനാ. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞു കൊടുക്കണം, അവൾക്കറിയില്ലേ, നേരെ നോക്കി വണ്ടി ഓടിക്കടാ. നിധി ആണെങ്കിൽ അച്ഛനിപ്പോൾ എന്താണ് ഈ കാറിൽ കയറിയത് എന്നുള്ളൊരു അവസ്ഥയിൽ വീർപ്പ് മുട്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ അവൾ ഒടുവിൽ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും പോകാനാണോ? നീ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അത് കേട്ടപ്പോൾ നിധി ഷോക്കാണ്. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, അല്ല അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മാർത്താണ്ഡവർമ്മേന്റെ കൊട്ടാരം പൊളിക്കുന്നുണ്ട്, അത് വാങ്ങാനാണെന്നൊക്കെ അവിടെ കോമഡി പറയാട്ടോ. എന്നിട്ട് പിന്നെ സ്റ്റീരിയോയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ചുപൊളിയായിട്ടാണ് പോകുന്നത്. നിധിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലും, നിധിക്ക് ഒറ്റയ്ക്ക് പോകാനാണല്ലോ താല്പര്യം, ഇതെല്ലാം കൂടെ ഒരു അവസ്ഥയായി നിൽക്കുകയല്ലേ. അവൾക്കാകെ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടനും സുധീഷും കൂടെ ബൈക്കിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ സുധീഷ് സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ നിധി വരൂലേ? പിന്നെ അവൾ വരാതെ, അവൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയതല്ലേ? അതല്ല ഏട്ടാ, എന്നെ ഉപേക്ഷിച്ച് പോയതാണോന്ന് എനിക്കൊരു പേടി. അതൊന്നും ആവൂലടാ. അതല്ല ഏട്ടാ, അവൾക്കല്ലേ ഡിവോഴ്സ് വേണം, വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം, ഇനി അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടോ? ഇനി അവളുടെ മനസ്സൊക്കെ മാറി അവളെ വീട്ടിൽ പോയി ജീവിക്കോ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നല്ലതല്ലേ, അവൾ നന്നായിട്ട് ജീവിക്കുന്നത് നല്ലതല്ലേ, അവൾക്കപ്പോൾ നല്ല ലൈഫ് ഉണ്ടാവും. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് പറയുന്നത്, എന്താ സുഭാഷ് ഏട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ. എടാ നീ അയച്ച കാറിലല്ലേ അവൾ പോയത്, അപ്പോൾ അവൾ പോയി അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും, എന്തിനാ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നത്? അതല്ല സുഭാഷ് ഏട്ടൻ, അവളൊന്ന് മാറി നിന്ന് അപ്പം മനസ്സ് പടയ്ക്കും. അത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ ചിരിച്ചിട്ട് പറയാട്ടോ, ഓ നേരിട്ട് കണ്ടാൽ അപ്പം കീരിമ്പാവുമ്പോൾ എന്നിട്ടാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടൻ അങ്ങനെയൊക്കെ പറയുന്ന ഹരീഷിനെ പോലെ? സുഭാഷ് ഏട്ടൻ മാത്രമേ പിന്നെ ഒരു മയത്തിലൊക്കെ സംസാരിക്കാറുള്ളൂ, ഇപ്പം അതും മാറിയോ? എടാ നീ ഇങ്ങനെ കിടന്ന് പിടക്കല്ലേ, അവളൊരു ആവശ്യത്തിന് പോയതല്ല, അത് കഴിഞ്ഞ് അവൾ തിരിച്ചു വരും. പിന്നെന്താ? അതല്ല സുധീഷ്, നീ എന്താ ജോലിക്ക് പോവാത്തെ? ഇന്ന് ജോലിയില്ലേ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവൾ പോയൊരു വിഷമത്തിൽ അതാ ഞാൻ പോവാഞ്ഞേ. പിന്നെ സുഭാഷ് ഏട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കൊരു 3000 രൂപ തരൂ. നിന്റെ കയ്യിൽ കാശില്ല എന്തിനാ? അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ വാടകയ്ക്കാണ് വണ്ടി എടുത്തത്, അപ്പോൾ അതിന് പൈസ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, പ്ലീസ് ഒരു 3000. എടാ ഞാൻ ക്യാഷൊന്നും എടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല, ഫോണുണ്ടല്ലോ, ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടല്ലോ. ആ ഞാൻ തരാമെന്ന് പിന്നെ സുഭാഷ് ഏട്ടൻ പറയാട്ടോ. അങ്ങനെ പിന്നെ നിതീഷ് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയേണ്ട, അടുത്ത മാസം തൊട്ട് ഞാൻ എന്തായാലും ചിലവിന് കാശ് തരും. അനിയനായിട്ടിൻ്റെ ചിലവിൽ കഴിയുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അനിയൻ്റെ ഭാര്യ അങ്ങനെ കഴിയാൻ പാടില്ലല്ലോ, അതിന് ഭർത്താവ് തന്നെ കൊടുക്കണ്ടേ ചിലവിന്, അപ്പം ഞാൻ എന്തായാലും പൈസ തരും. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നടക്കട്ടെ നടക്കട്ടെ, കാണാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ലളിതേനെയും സുനന്ദേനെയും കാണുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ അങ്ങോട്ട് നോക്കിക്കേ. അവരെ കണ്ടത് ലളിതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. മര്യാദയ്ക്ക് നടക്കുന്ന സുനന്ദേനെ പിടിച്ചു വലിച്ചിട്ട് മര്യാദയ്ക്ക് നടക്കടി എന്ന് പറയാട്ടോ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കടാ. അപ്പോൾ സുധീഷിനൊന്ന് ചൊടിച്ചു. അപ്പോൾ സുധീഷ് വണ്ടി നിർത്തിയിട്ടാണ് നിങ്ങൾ വന്ന് ഓടിക്കും. അത് കേട്ടപ്പോൾ കൂടുതൽ ദേഷ്യം വന്ന ലളിത അവളെയും പിടിച്ചു വലിച്ച് നടക്കുമെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകാട്ടോ. ഇതെല്ലാം കണ്ട് സുഭാഷ് ഏട്ടന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ തിരിഞ്ഞ് സങ്കടത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ കണ്ണിലുരുണ്ട് കൂടെ കണ്ണുനീര് സുധീഷ് അറിയാതെ തുടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിധിനെയും ഭാസ്കരനെയാണ് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ കാറിൽ പാട്ട് വെച്ച് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നിധിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് വയ്യ, ഒന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ ഭാസ്കരൻ ഡ്രൈവറായ ആൻഡ്രൂസിനോട് പറയുന്നുണ്ട് പെട്രോൾ പമ്പിൽ നിർത്താൻ. പക്ഷേ പെട്രോൾ അടിക്കാനൊന്നും അല്ല കേട്ടോ, നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. എന്നിട്ട് ബാത്റൂം ക്ലീൻ ആണോ നോക്കിയിട്ട് നിധിനോട് ബാത്റൂമിലേക്ക് പോകാൻ പറയാം. അപ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട അച്ഛാ കുഴപ്പമില്ല. അപ്പം ഭാസ്കരൻ പറയുകയാണ്, ഇനി ഒരുപാട് ദൂരമുണ്ട് മോളെ, എത്രയെന്ന് വെച്ചിട്ടാണ്, നീ ഇപ്പോൾ പോയി വാ, നല്ല ക്ലീനാണ് ബാത്റൂം എന്ന് പറയുമ്പോൾ നിധി വാഷ്റൂമിലേക്ക് പോവാണ്. എന്നിട്ട് നേരെ ഭാസ്കരൻ ആൻഡ്രൂസിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇതിൻ്റെ മുന്നിലുള്ള ഹോട്ടൽ കണ്ടോ, നല്ല അടിപൊളി ബിരിയാണിയാണ്, കുട്ടൻ ബിരിയാണി നിനക്ക് ഇഷ്ടമാണ്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല എനിക്ക് ചിക്കൻ. എന്നാൽ 2 ചിക്കൻ ബിരിയാണി ഒരു കുട്ടൻ ബിരിയാണി വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴേക്കും നിധി ബാത്റൂം പോയി വരുന്നുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ച ഭാസ്കരൻ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടാ? അല്ല എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. എന്നിട്ട് വണ്ടി കയറിയിട്ട് പറയാണ്, നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ ഓടിച്ചിട്ട് ഇതിൽ കയറുമ്പോൾ ഒരു സുഖം അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോഴേക്കും ആൻഡ്രൂസ് ഫുഡ് മേടിച്ചിട്ട് വരുന്നുണ്ട്. അല്ല ഞാൻ ഓടിക്കാം, നീ മര്യാദയ്ക്ക് കയറടാ, ഞാൻ ഓടിച്ചോളാം എന്നും പറയാണ്. നിധിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്, കാരണം അച്ഛന് വണ്ടി ഓടിക്കാൻ അറിയുമെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഡ്രൈവർ ഓടിച്ചോളും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതെ നിന്നേ,
ആരാണോ ഡ്രൈവിംഗ് ചെയ്യുന്നത് അയാളാണ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. പിന്നെ ആൻഡ്രൂസിനെ കാറിൻ്റെ ഓരോന്നൊക്കെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് ഓടിക്കേണ്ടത്, അങ്ങനെയല്ല അങ്ങനെയൊക്കെ പറയാട്ടോ. എന്നിട്ട് പിന്നെ വണ്ടി നല്ലൊരു തണൽ മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിടണം. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടെ നിർത്തുന്നത്? അല്ല നമുക്ക് കഴിക്കണ്ടേ, ഇനി അങ്ങോട്ടൊന്നും നല്ല ഹോട്ടലൊന്നും ഇല്ല, ഇവിടുന്ന് ഫുഡ് കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ, ഇനി എത്ര സമയം ഉള്ളതാ? അപ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛാ അവിടെ എത്തണ്ടേ? അതൊന്നും കുഴപ്പമില്ല, അവിടെ എത്താൻ ഓഫീസ് എങ്ങോട്ടും പോവില്ലല്ലോ, 5 മണി വരെ ഓഫീസ് ഉണ്ടല്ലോ, നീ കഴിക്കും പെണ്ണേ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. നിധിക്കാണെങ്കിൽ വിശക്കുന്നൊക്കെ ഉണ്ട്, അവളും കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ അവർ കോളേജിൽ എത്തുകയാണ്. നിധി കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ശ്വേതനെ കണ്ടു. അങ്ങനെ അവളെ കണ്ടിട്ട് അവൾ ചോദിക്കുകയാണ് നീ ഹാപ്പി അല്ലേ എന്ന്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. പിന്നെ ശ്വേതനോട് നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധിനോട് പറയണം മോളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം, വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിധി പറഞ്ഞു വേണ്ട അച്ഛൻ പോയിട്ട് വരാം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ, ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ശ്വേത അവർ പോകുമ്പോൾ ശ്വേത ചോദിക്കുന്നുണ്ട് നിധിനോട് ഇതാരാടി? അപ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല നിൻ്റെ വിശേഷം നീ ആദ്യം പറയാന്ന്. പിന്നീട് കാണിക്കുന്നത് ഭാസ്കരൻ സിഗരറ്റ് വലിക്കാൻ നോക്കും. അപ്പോൾ ആൻഡ്രൂസ് ഇത് കോളേജാണ് ഓർമ്മിപ്പിക്കുക കേട്ടോ ഭാസ്കരനെ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഇനി വല്ല പൊല്ലാപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് അകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ പിന്നെ നിധിയും ശ്വേതയും കൂടെ സംസാരിച്ച് പോവാണ്. അപ്പം ശ്വേത ചോദിക്കുന്നുണ്ട് നീ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ നിധി, ഞങ്ങൾ ആരും ഇത്ര പ്രതീക്ഷിച്ചില്ല നീ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു, നിനക്ക് എന്തൊക്കെ ഡ്രീംസ് ആയിരുന്നു, മാസ്റ്റേഴ്സ് എടുക്കണം, ഫോറിനിൽ പോകണം, ജോലി വേണം, എന്തൊക്കെയായിരുന്നു, പക്ഷെ എല്ലാത്തിനും വിപരീതമായിട്ടല്ലേ നീ ചെയ്തത്? അല്ല പയ്യനാരാ നീ പറ, കഥയൊക്കെ പറ. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ ചോദിച്ചാലോ, ഞാൻ പറയാം എന്ന് ശ്വേതനോട് നിധി പറയാണ്. അതവിടെ നിൽക്കട്ടെ, നീ എന്താ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഒഴിവാക്കിയത്? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു നിന്നെക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഒരുപാട് വലിയ സ്റ്റോറിയാണ്, നീ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ലവ് സ്റ്റോറി ഒന്നും അല്ല, ഞാനൊരു ദിവസം വിശദമായിട്ട് നിന്നോട് പറയാം. അങ്ങനെ അവർ നേരെ HOD റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ മാഡം അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് മാഡം എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പം മാഡം പറയുകയാണ് ഞാൻ തന്നല്ലോ അതല്ല മാം അത് മിസ്സായിപ്പോയി, അപ്പോൾ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. കോൺവെക്കേഷൻ കഴിഞ്ഞപ്പോഴേക്കും അത് മിസ്സായോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഒരു സാറ് പറയുന്നുണ്ട് നിധി നീ അങ്ങ് വൈറലായി പോയല്ലോ. അപ്പോൾ മറ്റേ സാറ് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ ചോദിച്ചേ, എന്താ സംഭവം, നിങ്ങളാരും അറിഞ്ഞില്ലേ, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവള് നിശ്ചയത്തിൻ്റെ തലേ ദിവസം കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയി സ്റ്റേഷനിൽ നിന്ന് കല്യാണമൊക്കെ കഴിച്ചു. ഇത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അപ്പോഴേക്കും ആ മാഡം പറയാണ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഗോൾഡ് മെഡലൊക്കെ മേടിച്ച കുട്ടിയാണ്, ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിച്ചു, അന്നത്തെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ അവൾ വലിയ നിലയിലെത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ പെട്ടെന്ന് തന്നെ ലൈഫ് സ്പോയിൽ ചെയ്തല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്യൂ, പ്രിൻസിപ്പൾ വരാൻ ടൈം എടുക്കും, പ്രിൻസിപ്പൾ വന്നാലേ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിധിയും ശ്വേതയും കൂടെ പുറത്തേക്ക് പോയ സമയത്ത് ആ മാഡം മുന്നിലിരിക്കുന്ന സാർമാരോട് പറയാണ് കേട്ടോ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ നല്ല കഴിവും മിടുക്കുള്ള കുട്ടികളാണ്, പക്ഷേ 20-21 വയസ്സാകുമ്പോഴത്തേനും പ്രണയിച്ച് കല്യാണം കഴിക്കുകയാണ്, ഓരോരുത്തരെ വലയിൽ പെട്ടുപോവാണ്, ഇവർക്കൊക്കെ എന്നാ കല്യാണം ഒരു പ്രൈമറി ആണെന്ന് മനസ്സിലാവാൻ പറ്റുക. പിന്നീട് കാണിക്കുന്നത് നിധി പേടിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് കേട്ടോ. അവൾ എന്താണ് പേടിച്ചതെന്ന് വെച്ചാൽ ഏട്ടന് അറിയുമോ എന്നുള്ളതാണ്. അത് സംഭവിച്ചു. അവിടുത്തെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പിയോണെ വിളിച്ച് പറയാണ് അരുണ് കാർ ഓടിച്ച് പോകായിരുന്നു. അപ്പോഴാണ് കോൾ വരുന്നത്. സ്റ്റീഫൻ എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിധി അങ്ങോട്ട് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനെന്നുള്ളത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നാളെ എന്താവും നമുക്ക് കാണാം. നിധി പേടിച്ച കാര്യം തന്നെ സംഭവിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്